ദേശീയപാത 66 കൂനമ്മാവിൽ 2 അടിപ്പാതകൾ വേണമെന്നാവശ്യപ്പെട്ട് കോട്ടുവള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജനകീയ പ്രക്ഷോഭം ശക്തമാകുന്നു. ഡിസംബർ 19-ന് ഗതാഗത സ്തംഭന ആവിഷ്കാര സമരം സംഘടിപ്പിക്കും. അപകടങ്ങളും ഗതാഗതക്കുരുക്കും നിത്യസംഭവമായിരുന്ന കൂനമ്മാവ് ചിത്തിരക്കവലയിൽ ദേശീയപാത 66 യാഥാർത്ഥ്യമാകുമ്പോൾ ഇതിനൊരു പരിഹാരമാകുമെന്ന് ആശ്വസിച്ചിരുന്നെങ്കിലും നിർമ്മാണം പാതി പിന്നീടൊരുങ്ങുമ്പോൾ ജംഗ്ഷനും സമീപ പ്രദേശങ്ങളും കൂടുതൽ ഗതാഗതക്കുരുക്കിലേക്ക് പോകുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. 10ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും 4ലധികം ദേവാലയങ്ങളും ഗവൺമെന്റ് ആശുപത്രിയും ബാങ്ക് തുടങ്ങി ചെറുതും വലുതുമായ ഒട്ടേറെ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്ന കൂനമ്മാവിൽ ആകെ അനുവദിച്ചിരിക്കുന്നത് ഒരു അടിപ്പാത മാത്രമാണ്. ജനസാന്ദ്രത ഏറെയുള്ള കൂനമ്മാവ് പ്രദേശത്ത് മാർക്കറ്റ് റോഡ്, പള്ളിക്കടവ് റോഡ് എന്നിവിടങ്ങളിലും അടിപ്പാതകൾ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ ആവശ്യമുയർത്തി 1.5 മാസത്തിലേറെയായി കോട്ടുപള്ളി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ സമരം നടത്തിവരികയാണ്. വ്യാഴാഴ്ച വൈകിട്ട് 3-ന് ചിത്തിരക്കവലയിൽ ഗതാഗത സ്തംഭന ആവിഷ്കാര സമരം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമരസമിതി ചെയർമാൻ തമ്പി മേനാച്ചേരി, കൺവീനർ ബിജു പഴമ്പള്ളി, മറ്റ് ഭാരവാഹികളായ ജസ്റ്റിൻ ഇലഞ്ഞിക്കൽ, VH ജമാൽ, ടോമി ചന്ദനപ്പറമ്പിൽ, ബ്രദർ അമൽ, MO ആന്റപ്പൻ, മാത്തച്ചൻ കാനപ്പിള്ളി, ജിബു കരിക്കാശ്ശേരി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കൊച്ചാലിലുള്ള അണ്ടർപാസും തിരുപ്പത്തുള്ള അണ്ടർപാസിലും കൂടി വലിയ വണ്ടികളൊന്നും പോകില്ല. ഇവിടെയാണെങ്കിൽ 3.5 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള 2 ഗോഡൌൺ ഉണ്ട്, പിന്നെ 2 കണ്ടെയ്നർ യാർഡുണ്ട്. അവിടെ വരുന്ന 100 കണക്കിന് വണ്ടികളെല്ലാം ആശ്രയിക്കേണ്ടത് ചിത്ര ജംഗ്ഷനിലുള്ള അടിപ്പാതയിലൂടെയാണ്. അപ്പൊ അവിടെ 10,000 കണക്കിന് പിള്ളേരും ഈ വണ്ടികളും ഒക്കെ ആയിട്ട് വന്നാൽ എന്തായാലും എന്നും ആക്സിഡന്റ് വരാൻ ചാൻസ് ഉണ്ട്. ഇവിടുത്തെ വിദ്യാലയങ്ങൾ ഏതാണ്ട് ചെറുതും വലുതുമായ LP സ്കൂള്, UP സ്കൂളൊക്കെ തുടങ്ങി ഹൈസ്കൂള്, കോളേജ്, ITI അങ്ങനെ എല്ലാം കൂടി ഏതാണ്ട് 17ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. ട്യൂട്ടോറിയൽ കോളേജുകൾ എടുക്കും. അതും കൂടി ആകുമ്പോൾ വലിയൊരു വിദ്യാർത്ഥി സഞ്ചയം തന്നെ ആ കവലയിലെ ഏക അടിപ്പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരിക എന്ന് പറയുന്നത് ദുഷ്കരമായ കാര്യമാണ്. അതൊരു പ്രധാന കാര്യമാണ്. ഇവിടുത്തെ ജനസാന്ദ്രതയാണ് മറ്റ് ഏത് പ്രദേശത്തുള്ളതിനേക്കാളും ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാന ആവശ്യം. ഈ ഏക അടിപ്പാതയിലൂടെ ഈ സമീപത്തുള്ള ഗോഡൌണിലേക്ക് വരുന്ന വലിയ കണ്ടെയ്നർ ലോറികളും 50ഓളം വരുന്ന സ്കൂൾ ബസ്സും ഈ ഓട്ടോറിക്ഷയും വിദ്യാർത്ഥികളും ദീർഘദൂര ബസ്സുകളും എല്ലാം ഈ ഒരു അടിപ്പാതയിലൂടെ കടന്നു പോകാൻ ദുഷ്കരമാണ്. ആ കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ 2 അടിപ്പാതകൾ മാത്രമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. മറ്റ് സർവീസ് റോഡുകളുടെയൊക്കെ അളവുകളൊക്കെ വളരെയധികം ദയനീയമാണ്. അളന്നു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പല രീതിയിലുള്ള അളവുകളിലാണ് സർവീസ് റോഡുകൾ ഉൾപ്പെടെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്തുള്ള ആളുകൾ, സൈഡിലെല്ലാം താമസിക്കുന്ന ആളുകൾ വെള്ളക്കെട്ടാണ്. അവരെല്ലാം 2-3 കുടുംബങ്ങൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായി. ഇതെല്ലാം NH പറഞ്ഞ്, പഞ്ചായത്ത് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ NH അത് കേൾക്കുന്നില്ല. ഒരാള് പറഞ്ഞു കഴിഞ്ഞാലും NH കേൾക്കുന്നില്ല. ആ ഒരു രീതിയിലാണ് NH ഉദ്യോഗസ്ഥരും മറ്റും കടന്നു പോകുന്നത്.